ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പച്ചരി വെച്ചിട്ട് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് പച്ചരി നല്ലപോലെ കുതിർത്തെടുത്തതാണ്. ഏകദേശം ഒരു 4 മണിക്കൂറോളം കുതിർത്തെടുത്തതാണ്. മിനിമം പച്ചരി ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം കേട്ടോ. കൂടുതൽ സമയം വെക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് കേട്ടോ. പച്ചരി വെച്ചിട്ടൊക്കെ നമ്മൾ പലഹാരം തയ്യാറാക്കുമ്പോൾ കൂടുതൽ സമയം കുതിർത്ത് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇത് നമുക്കിനി അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ വലിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിനൊരു കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊക്കെ ആദ്യം തന്നെ വാർത്ത് കളഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചെടുക്കാം. പക്ഷെ കറക്റ്റ് ഒരു അളവ് കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ വാർത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അളവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന എല്ലാതും ഒരു കപ്പ് പച്ചരിയുടെ അളവിനനുസരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് പച്ചരിയാണെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതരിയുടെ ചോറാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം മതിയാവും ഇത് അരച്ചെടുക്കാൻ. ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ അരിയും ചോറൊക്കെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തരികളില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 കപ്പ് വെള്ളം അതുപോലെ തന്നെ ഒരു മുട്ടയും ചേർത്ത് കൊടുത്തത് കറക്റ്റ് അളവാണ്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ദോശമാവിൻ്റെയൊക്കെ ആ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ തേങ്ങയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുത്താൽ. ഇതുവരെ നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാവ് ഉണ്ടാക്കിയപ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ചോറൊക്കെ ചേർത്തിട്ട് അരച്ചപ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇത് ഞാനിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ അത് നിർബന്ധമല്ല. ഞാൻ ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുട്ട ചേർത്തുകൊണ്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ ചോറും ചേർത്തുക്കണമല്ലോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ മുട്ട നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചോറും അരി അരച്ചതിൻ്റെ ശേഷം ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ മുട്ട ചേർത്തിട്ട് തയ്യാറാക്കുന്ന അത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇനി ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. കൂടുതലായിട്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഹോൾസൊക്കെ വരുമ്പോൾ നമുക്ക് അടച്ചു കൊടുക്കാം. ഇത് നമുക്ക് സാധാരണ ദോശ തയ്യാറാക്കുന്ന ചട്ടിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ പാലപ്പം തയ്യാറാക്കുന്ന ആ ചട്ടിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളമാണ് വേവാൻ സമയം എടുക്കുന്നത് അത്രയും സമയം നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നായി കിട്ടും. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം അരിയൊന്നും അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അതായത് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുമാണ്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിലും പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഹോൾസോടുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് പച്ചരിയും അതുപോലെ ചോറും ഒക്കെ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും കഴിക്കാനും പറ്റും കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.